കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുടുംബ കോടതിയിലെ ഒരു ഇഷ്യൂ സംഭവിക്കുമ്പോൾ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും തെളിയിക്കുവാനായിട്ട് സാധ്യതയില്ലാത്ത പലതരത്തിലുള്ള ആരോപണങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് എതിരെയായിട്ട് ആരോപിച്ചുകൊണ്ട് വലിയ ഒരു കേസായിട്ടാണ് എല്ലാവരും രസ ടൈപ്പ് പോലെ കൊടുക്കാറുള്ളത്. ഈ സാധനം വായിച്ചു നോക്കുമ്പോൾ സ്വന്തം ശത്രുക്കൾ പോലും പറയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. മുഴുക്കുടിയനാണ്, മുഴുപ്രാന്തനാണ്, പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, ഭക്ഷണം തരുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് അലിഗേഷൻസ് നമ്മളതിൽ എഴുതി വെക്കാറുണ്ടല്ലേ. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള അലിഗേഷൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്? സത്യം പറയുകയാണെങ്കിൽ ആരാണോ ഇതുപോലെയുള്ള അലിഗേഷൻസ് എഴുതി വെക്കുന്നത് അത് തെളിയിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടത് ആരാണ്? അത് എഴുതി വെച്ചിട്ടുള്ള ആൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ തന്നെ കുടുംബ കോടതി വിഷയവുമായി ബന്ധപ്പെട്ടതിന് പിരിഞ്ഞു നിൽക്കുകയാണ്. ഭാര്യ ഭർത്താവിന് എതിരെ പരസ്ത്രീ ബന്ധമുണ്ടെന്നും ഇയാളൊരു ആൽക്കഹോളിക് ആണും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് മോശം കാര്യങ്ങൾ എഴുതിക്കൊണ്ട് കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു. ഇത് നോക്കിയപ്പോൾ കുടുംബ കോടതി കുറേ നാളുകൾക്ക് ശേഷം ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഗ്രാൻഡ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ഭർത്താവിനറിയാം ഈ പറഞ്ഞ അലിഗേഷൻസ് ഒന്നും തന്നെ ഇയാൾ ചെയ്തിട്ടില്ല, അതിൻ്റെ പ്രൂഫും ഇത് ഭർത്താവിൻ്റെ കയ്യിലുണ്ട്. ഭർത്താവ് എന്ത് ചെയ്തു? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നു. അപ്പീലിന് പോയപ്പോൾ അപ്പീൽ പരിശോധിച്ചതിന് ശേഷം ജഡ്ജി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ കോടതി ചെയ്തത് മുഴുവൻ തെറ്റാണ്. കാരണം സബ്സ്റ്റാൻഷ്യൽ എവിഡൻസുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഭർത്താവിനെതിരെ ഭാര്യ ആരോപിച്ച ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും ശരിയാകുന്ന ഒരു കാര്യമല്ല. എല്ലാത്തിനും എന്ത് വേണം? വ്യക്തമായ ഒരു തെളിവ് വേണം. ആ തെളിവ് ഇല്ലാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷൻ ഹൈക്കോടതി എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇങ്ങനെ തള്ളിക്കളയുമ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൂരതയ്ക്ക് തുല്യമാണ് എന്ന് കോടതി മെൻഷൻ ചെയ്തു. അപ്പോൾ ക്രൂരത എന്നുള്ളത് എന്ത് ചെയ്തു? ഭാര്യ ഇപ്പോൾ ഒരു ക്രൂരത ചെയ്തു എന്നുള്ളത് ഉറപ്പായല്ലോ. ഈ ക്രൂരതയെ അല്ലെങ്കിൽ ഈ ഒരു വ്യാജ കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ആ മാനനഷ്ട കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഭർത്താവിനെ മേടിച്ച് എടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം അതിൽ എഴുതി പിടിപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരെ ഉള്ള ഒരു ബൂമറാങ് ആയിട്ട് ഇത് മാറും എന്നുള്ള സത്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.